ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണാഘോഷമാണ്, നമ്മുടെ സ്കൂളിലെ സെലിബ്രേഷനാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പോയിട്ട് വന്നിട്ടുള്ള ഒരു ഇൻട്രോ ആണിത്. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ സാരി സെറ്റിങ്സ് കഴിഞ്ഞ് ഇനി നമ്മൾ ഫേസ് ഇത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക്. നമുക്ക് 8:30ക്കാണ് സ്കൂളിൽ എത്താൻ പറഞ്ഞ ടൈമെങ്കിലും നമ്മൾ 8:45 ആയിട്ടുണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഏകദേശം 5 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്ക് ആ സമയത്ത് എത്താൻ പറഞ്ഞ സമയത്ത് ലേറ്റായി. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന ഒരു രംഗമാണിത്. നമുക്ക് മാം എല്ലാവർക്കും ടീച്ചേഴ്സിന് ഒരേപോലത്തെ ഡിസൈനുള്ള സാരിയും ആൻറ്റിമാർക്ക് വേറെ ഡിസൈനുള്ള സാരിയാണ് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ആൻറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും മാം 10-25 സാരിയോളം മാം ഏകദേശം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് വീഡിയോസൊക്കെ അകത്ത് നിന്ന് എടുക്കുകയും ഒക്കെ ചെയ്തു. കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. ലേറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും കൂടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എങ്കിലും നമ്മൾ കുറേ ഗെയിമുകളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ പിള്ളേരുടെ തിരുവാതിരയും പാട്ടും അങ്ങനെ കുറേ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഡാൻസാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പിള്ളേരുടെ ഡാൻസും തിരുവാതിരയും പാട്ടും മറ്റ് പ്രോഗ്രാമുകളും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ടൈം ഒത്തിരി നമ്മൾ കുറേ അധികം ഗെയിമുകളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. കാരണം മഴയും കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച സമയം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ നമ്മൾ ചോറ്, കാളൻ, അങ്ങനെ പലതരം കറികളുമായിട്ട് നമ്മൾ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നമ്മൾ ഇലയിട്ട് പപ്പടം വെച്ച് എല്ലാ കറികളും വിളമ്പി നമ്മളിങ്ങനെ എല്ലാവരും ഒരേപോലെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ വീട്ടിലെ തിരുവോണ കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ചിപ്സും ശർക്കര വരട്ടിയും ഒക്കെ ഞാൻ വീട്ടിലുണ്ടാക്കി. എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങിക്കാതെ തന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അച്ചാറുണ്ടാക്കി, പിന്നെ പുളിയിഞ്ചി ഉണ്ടാക്കി, തോരനുണ്ടാക്കി, പിന്നെ അതുപോലെ തന്നെ അവിയൽ എല്ലാം ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഞാൻ വളരെ കുറച്ച് സാമ്പാർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ പപ്പടം, പിന്നെ ഒരു വാഴയിലയിലാണ് ഞങ്ങളെല്ലാവരും കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇലയിട്ട് എല്ലാ സാധനങ്ങളും വിളമ്പുന്നതിനിടയിൽ വെള്ളം, അതുപോലെ തന്നെ പഴം, പിന്നെ അതുപോലെ തന്നെ ചോറ്, പായസം ഇവയൊക്കെ കൂടെ ഞാൻ അതിനിടയിൽ കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇലയിട്ട് വിളമ്പി നമ്മുടെ തിരുവോണം നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ഓണം.